സ്വാമിയെ ശരണമയ്യപ്പ എന്നത് അയ്യപ്പ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. അത് സ്വാമിയെ ഭരണമയ്യപ്പ എന്നു മാറിയോ എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ശരണം പൊന്നയ്യപ്പ ഭരണം പൊന്നയ്യപ്പ ആയതും ഏതാണ്ട് ഈ കാലത്താണ്. നമ്മൾ ഈ രണ്ട് മന്ത്രങ്ങളിലും സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ പൊടിപൊടിക്കുന്ന സമയം. വേദിയിൽ ആളുണ്ട്, പക്ഷേ സദസ്സിൽ ആൾ പോരാ എന്നൊരു വിമർശനമുണ്ട്. ഞാൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി പമ്പയിലെത്തി. അവിടെ പമ്പയിൽ നല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. പക്ഷേ സമ്മേളനം തുടങ്ങിയപ്പോൾ വേദിയിൽ നിറയെ ആളുകളും പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമുദായ നേതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ സദസ്സിൽ ആൾ പോരാ. സമ്മേളനത്തിന് ശേഷം ഞാൻ ഈ സംഘാടകരിൽ പ്രധാനപ്പെട്ട ഒരാളോട് ഈ സദസ്സിൽ ആളില്ലാത്തത് ബാധിക്കുമോ എന്ന് ചോദിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് വളരെ സ്വകാര്യമായി ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ലക്ഷ്യമിട്ടത് നടന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ലക്ഷ്യമിട്ടത് നടന്നു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലക്ഷ്യമിട്ടത് എന്താണോ അത് നടന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലായി കാണുമല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ ലക്ഷ്യമിട്ടത് എന്താണോ അത് നടന്നു എന്ന പ്രതീക്ഷയിൽ, എന്ന ആത്മവിശ്വാസത്തിൽ NSS, SNDP, മറ്റു സമുദായ സംഘടനാ നേതാക്കളൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു. അവരെയൊക്കെ ആ വേദിയിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാരിനെ നഖശിതാന്തം എതിർത്ത NSSനെ പോലും ഈ വേദിയിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നയാളായി അവിടെ അതിൻ്റെ വൈസ് പ്രസിഡന്റിനെ കൊണ്ടുവരാൻ സർക്കാരിന് പറ്റി. ഇതൊന്നും ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ആ പ്രതിനിധി എന്നോട് പറഞ്ഞത്, ആ പ്രധാനപ്പെട്ട നേതാവ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ലക്ഷ്യമിട്ടത് നടന്നു എന്നത്. തന്നെയുമല്ല, പരിപാടിയെ എതിർക്കാനോ അതിൽ വിട്ടുനിൽക്കാനോ പ്രതിപക്ഷത്തിന് പോലും ധൈര്യമില്ലായിരുന്നു. ഞങ്ങൾ പരിപാടിയെ എതിർക്കുന്നില്ല, ബഹിഷ്കരിക്കുന്നില്ല. ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം കിട്ടിയാലേ പങ്കെടുക്കൂ എന്നാണ് VD സതീശൻ പറഞ്ഞത്. BJP അതിൽ പോകേണ്ടവർക്ക് പോകാം, പക്ഷെ ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രതിപക്ഷത്തെ പോലും യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ സർക്കാർ വെട്ടിലാക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് ആകെ ഒരു ജയിച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് സർക്കാരിന് മേൽ ഈ ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി ഒരു വലിയ ആഘാതമായി വന്ന് പതിക്കുന്നത്. അതിൽ സർക്കാർ പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, ആകെ കുടുങ്ങി എന്ന് പറയുന്നതാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരി. അത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നതിൽ നിലവിലെ ബോർഡും അതിലെ ഗൂഢാലോചനയിൽ ആരോപണ വിധേയരാണ്, പ്രതിക്കൂട്ടിലാണെന്ന് കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 2019 ബോർഡിൻ്റെ കാര്യം പറയുകയും വേണ്ട. അങ്ങനെ 2019 CPMൻ്റെ കാലത്തെ ബോർഡും 2025 CPMൻ്റെ കാലത്തെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, ചോദ്യമുനയിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലം, SIT അറസ്റ്റ് ചെയ്ത ഈ കേസിലെ രണ്ടാമത്തെ പ്രതി മുരാരി ബാബു, അദ്ദേഹം ഒരു NSSൻ്റെ പ്രതിനിധി, ഒരു NSSൻ്റെ നോമിനി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ഇന്ന് ഉപശാലകളിൽ, രാഷ്ട്രീയ ഉപശാലകളിലൊക്കെ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനവും കൗതുകവുമുള്ളതും ഏറെക്കുറെ യുക്തിഭദ്രവുമെന്ന് തോന്നുന്ന ചില സംഗതികൾ ഞാൻ പറയാം. ഒന്ന്, ഒരു താരതമ്യേന ഒരു മധ്യനിരയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിൽ. ഇപ്പോൾ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറൊക്കെ ആയിരുന്നു. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം ഏറ്റവും ഉന്നത പദവിയിലല്ല, ഏറ്റവും താഴെയുമല്ല, അതിനിടയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം NSSും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒരു പാലമാണ് യഥാർത്ഥത്തിൽ ഈ മുരാരി ബാബു. NSSും ദേവസ്വം ബോർഡും തമ്മിലുള്ള പാലം എന്നതുപോലെ തന്നെ സർക്കാരും NSSും തമ്മിൽ ഉള്ള ഒരു പാലമായി കൂടി മുരാരി ബാബു മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം. മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടക്കം മുതൽ കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡിലെ യൂണിയനിൽ സജീവ പ്രവർത്തകനും അതിൻ്റെ നേതൃതലത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പൊടുന്നനവേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇടത് യൂണിയനിലേക്ക്, CPMൻ്റെ യൂണിയനിലേക്ക് മാറുന്നു. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗമാകുന്നു. അങ്ങനെ കോൺഗ്രസ് യൂണിയനിൽ നിന്ന് CPM യൂണിയനിലേക്ക്, ദേവസ്വം ബോർഡിലെ ഭരണാനുകൂല യൂണിയനിലേക്ക് അദ്ദേഹം മാറുന്നു. ആ നിലയിൽ അദ്ദേഹം ഒരു താക്കോൽ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി നിൽക്കുന്നു. അതിനിടയിൽ അയ്യപ്പ സംഗമം വരുന്നു. അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി NSSനെ അതിൻ്റെ വേദിയിലെത്തിക്കാൻ ദേവസ്വം ബോർഡ് നടത്തിയ ശ്രമങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചുക്കാൻ പിടിച്ചത് ഈ മുരാരി ബാബുവാണ്. മുരാരി ബാബുവിന് ചില സ്വപ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുക എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അതിന് NSSൻ്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ഇതേ നിലയിലാണെങ്കിൽ സർക്കാരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം
സർക്കാരും NSSും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്നുള്ള അച്യുതണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായി നിൽക്കുമ്പോഴാണ് ഈ കേസിൽ രണ്ടാം പ്രതിയായി അദ്ദേഹം മാറുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരികെ വരാം. ശബരിമല നമ്മുടെ ഒരു ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് ഏതാണ്ട് 7 വർഷമാവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2018 യുവതീ പ്രവേശന വിധി തൊട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ശബരിമല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 2018 യുവതീ പ്രവേശന വിധി ഉണ്ടായ സമയം ആദ്യഘട്ടങ്ങളിൽ നിശബ്ദമായിരുന്നു. പിന്നീട് വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വന്നു. ആ പ്രതിഷേധം രൂപപ്പെട്ടു വന്നതിൻ്റെ തുടക്കത്തിൽ NSS ആയിരുന്നു അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത്. അതുപോലെ പന്തളം കൊട്ടാരം അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. പിന്നീട് BJPക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമൊക്കെ സംഘപരിവാറിനും RSSനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് BJP ഈ സമരം ഏറ്റെടുക്കുന്നു. BJP പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്നു, കേസുണ്ടാകുന്നു, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോകുന്നു. അങ്ങനെ ഈ സമരത്തിൻ്റെ നിയന്ത്രണം ഏതാണ്ട് BJP ഏറ്റെടുത്തു. അങ്ങനെ BJP അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നു. മറ്റ് സമുദായ സംഘടനകളൊക്കെ ആ സമരത്തിൻ്റെ ഭാഗമായി അവരോടൊപ്പം ചേർന്ന് BJP ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും സമരം നടത്തുന്നു. നമ്മൾ പമ്പയിലും ഒക്കെ ഈ സമര സമയത്ത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയതാണ്. അവിടെയൊക്കെ BJP പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ മാത്രമല്ല പലയിടത്തും. പക്ഷേ അക്കാലത്ത് കാര്യമായി പണിയെടുക്കാതെ UDF നേട്ടം കൊയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടമുണ്ടായത് മുഴുവൻ BJP പണിയെടുത്തു. അതിൻ്റെ നേട്ടമുണ്ടായത് UDFനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് പിന്നീട് സർക്കാരിന് ബോധ്യപ്പെട്ടു ശബരിമല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം തന്നെ പിന്നീട് വീടാന്തരം കയറി ഇക്കാര്യത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. അതിന് കോടിയേരി തന്നെ മുന്നിട്ടിറങ്ങി. തിരുവനന്തപുരത്ത് അദ്ദേഹം വീടുകൾ കയറി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിലെ തിരിച്ചടി പിന്നീട് പയ്യെ ശബരിമല വിഷയം മറന്നു തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു. CPMന് നേട്ടമുണ്ടായി. ആ നേട്ടത്തിൻ്റെ ഊർജ്ജത്തിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ആരോപണങ്ങളൊക്കെ വന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് LDF സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായി. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ശബരിമല ഒരു വിഷയമാക്കാൻ ശ്രമിച്ചു UDFും BJPയും. പക്ഷേ അത് കാര്യമായി ചില മണ്ഡലങ്ങളിൽ, ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കാര്യങ്ങൾ. ഇതാ നമ്മൾ 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്നു. ഉടനെ വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോഴേക്കും ഇതാ വീണ്ടും ശബരിമല വിവാദം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. 2018 സമരം തുടങ്ങിയത് NSS, BJP ഏറ്റെടുത്തു, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നത് വസ്തുതയാണ്. അടികൊണ്ടു BJP. അതിൻ്റെ ഗുണമുണ്ടായത് UDFനാണ്, കോൺഗ്രസിനാണ്. BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവർ പോലും സർക്കാർ വിരുദ്ധ വോട്ട് എന്ന നിലയിൽ അത് കോൺഗ്രസിനും UDFനും ചെയ്തു. UDFന് ഗുണമുണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല ഉയർന്നു വന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? കോൺഗ്രസ് UDF നേരത്തെ തന്നെ ശബരിമല ഏറ്റെടുത്ത് ഒരു പ്രചാരണ രംഗത്തേക്ക് അങ്ങ് ഇറങ്ങുന്നു. BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തിലേക്ക് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ് ആരാ? UDFും കോൺഗ്രസും. കോൺഗ്രസ് നേതാക്കളുടെ യാത്രകൾ, ആ യാത്രയിൽ ശരണം വിളിച്ച് നേതാക്കന്മാർ പ്രസംഗിക്കുന്നു, പൂർണ്ണകുംഭം നൽകി നേതാക്കന്മാരെ, ജാഥ ക്യാപ്റ്റന്മാരെ സ്വീകരിക്കുന്നു. ആകെ ഒരു ശബരിമല മയം. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാനുള്ള കോൺഗ്രസിൻ്റെ UDFിൻ്റെ നീക്കമാണ്. പന്തളത്തെ വലിയ പരിപാടി, പൊതുസമ്മേളനത്തിൽ അതിലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. K മുരളീധരൻ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നു. എങ്കിൽ പോലും അതിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിലയിൽ ശബരിമല നേരത്തെ തന്നെ കോൺഗ്രസ് അങ്ങ് ഏറ്റെടുത്തു. BJP പിന്നിൽ പോയി എന്ന് BJPക്ക് അകത്ത് വിമർശനമുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ ആ വിഷയം ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനമുണ്ടായി. വൈകിയാണെങ്കിലും BJPയും ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് വളയാൻ പോകുന്നു, സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നു. അങ്ങനെ BJP ആ മട്ടിൽ സമരം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ തുടക്കത്തിൽ ഒരു എഡ്ജ് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മൾ 2018 19 തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ച ചെയ്തതുപോലെ ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു അഴിമതി പ്രശ്നമാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൊണ്ടുപോയി, സ്വർണം കടത്തി, അതിന് കൂട്ടുനിന്നവർ 2019 ദേവസ്വം ബോർഡാണ് എന്നതാണ് വലിയ ആരോപണമായി ഉയർന്നു വരുന്നത്. അത് അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന തരത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നു, കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ആകെപ്പാടെ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉയർന്നു വരാവുന്ന, ചോദ്യങ്ങൾ ചോദിക്കാവുന്ന LDF സർക്കാരിൻ്റെ ബോർഡുകളോട്, ദേവസ്വം ബോർഡുകൾ ഉത്തരം പറയേണ്ട
ഒരു പിടി വിഷയങ്ങൾ ഇങ്ങനെ നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വരുമ്പോഴും അതേ നിലയിൽ നിൽക്കുമോ എന്ന് നമുക്കറിയില്ല. കേരള രാഷ്ട്രീയമാണ്, വിഷയങ്ങൾ മാറി മറിയാൻ 24 മണിക്കൂർ മതി. നമ്മളുടെ മുന്നിൽ അത്തരം ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ വിഷയം ഇതേ നിലയിൽ ഇതിന് ടെമ്പോ കീപ്പ് ചെയ്ത് പോകാൻ ഈ മുന്നണികൾക്കൊക്കെ കഴിയുമോ, UDF-നും BJP-ക്കും ഒക്കെ കഴിയുമോ എന്ന് നമുക്കറിയില്ല. നമുക്ക് പമ്പാ സംഗമത്തിലേക്ക്, അയ്യപ്പ സംഗമത്തിലേക്ക് തിരികെ വന്നാൽ അവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഭഗവത്ഗീത ഒക്കെ കോട്ട് ചെയ്ത് നടത്തിയ പ്രസംഗം, ശബരിമല വിശ്വാസികളെ അവരുടെ ഒരാളായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം, പരാമർശമൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അത് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ്. NSSൻ്റെ പിന്തുണ അവിടെ ഉണ്ടായിരുന്നു, SNDP-യുടെ പിന്തുണയുണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്ത് വെച്ച് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഉയർത്തിക്കൊണ്ട്, മുസ്ലിം വിഷയം ഉയർത്തിക്കൊണ്ട് തുടർച്ചയായി നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങളൊക്കെ നിൽക്കെ അന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് ആ വേദിയിൽ പമ്പയിൽ വന്നിറങ്ങി. നമ്മളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ദൃശ്യമൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഭൂരിപക്ഷ സമുദായത്തെ ആകെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നതിനിടെ ശബരിമല തന്നെ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം മോഷണം പോയ, ആ സ്വർണ്ണ നഷ്ടമായ 2019 ബോർഡ് ഭരിച്ചിരുന്നത് പത്മകുമാറാണ്, CPM-ൻ്റെ നേതാവാണ്. അതിന് ഉത്തരവാദിത്വം CPM-നും സർക്കാരിനും ഇല്ലേ? ഉണ്ട്, മറുപടി പറയേണ്ടി വരും. ഇപ്പോഴത്തെ 2025 ബോർഡ് ഭരിക്കുന്നത് ആരാണ്? CPM-ആണ്. പ്രശാന്ത് CPM-ൻ്റെ നോമിനിയാണ്. ആ സമയത്ത് കോടതി തന്നെ പറയുന്നു ഈ ബോർഡും ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന്, ദുരൂഹമായ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് കോടതി പറയുന്നു. അപ്പോൾ ഈ ബോർഡിനോടും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ശബരിമല വിഷയം ഉയർത്തി, അല്ലെങ്കിൽ ശബരിമല മുൻനിർത്തി ഭൂരിപക്ഷ സമുദായങ്ങളെ ആകെ സർക്കാരിനൊപ്പം LDF-നൊപ്പം അണിനിരത്താൻ ശ്രമിച്ച സർക്കാരിന് ശബരിമല വിഷയം കൊണ്ട് തന്നെ മറുപടി പറയേണ്ട, അല്ലെങ്കിൽ അതിൽ തന്നെ വീണ്ടും പ്രതിരോധത്തിലാകുന്ന ഒരു വല്ലാത്ത കാഴ്ച, അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതേ നിലയിൽ തുടരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. കോടതി 6 ആഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഇടക്കാല റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഈ 6 ആഴ്ച കഴിഞ്ഞ് കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കാൻ പോകുന്നത് തന്നെയായിരിക്കും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ദേവസ്വം ഭരണാധികാരികൾ അതിലേക്ക് ഉൾപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ പറയുന്ന മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും, അല്ലെങ്കിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒക്കെ ഒന്നിപ്പിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തി, ഒരു സാന്നിധ്യമായി എവിടെയോ ഉണ്ട്. അതാരാണെന്ന് കണ്ടെത്താൻ പോകുന്നു SIT എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചില സൂചനകളും വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടില്ല. വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആരെയൊക്കെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ 6 ആഴ്ച കഴിഞ്ഞ് ആ റിപ്പോർട്ട് വരാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്പോഴേക്കും എത്തുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ മണ്ഡലകാലം തുടങ്ങാൻ പോകുന്നു. ശബരിമല മറ്റൊരർത്ഥത്തിൽ ഈ വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, മകരവിളക്കിന് ജനുവരിയിൽ നട തുറക്കുന്നു. ജനുവരി മാസം പകുതിയിൽ മകരസംക്രമ പൂജയും ഒക്കെ നടക്കുന്നു. അങ്ങനെ ശബരിമലയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും ഒരുമിച്ച് വരാൻ പോകുന്ന, ചേർന്ന് കിടക്കാൻ പോകുന്ന മാസങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയാണ്. അതിലെ ഉത്തരവാദികളെ കണ്ടെത്താൻ SIT തയ്യാറെടുക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ നടന്ന് SIT കയറുകയാണ്. അതിലെ ഗൂഢാലോചനയിലേക്ക് നിങ്ങൾ നീങ്ങണമെന്ന് കോടതി അവരോട് പറഞ്ഞിരിക്കുകയാണ്. കോടതിക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. തുറന്ന കോടതിയിലല്ലാതെ രഹസ്യമായി കേസുകൾ പരിഗണിച്ച് നിർദ്ദേശം നൽകുന്ന, വിവരങ്ങൾ ചോർന്നു പോകാതെ പ്രത്യേകം സൂക്ഷിക്കുന്ന കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. അങ്ങനെ ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഫോക്കസായി മാറും എന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അത് ഏതളവിൽ പോകുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. ആർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടും, ആരൊക്കെ ഏതൊക്കെ തലത്തിൽ അത് ഉപയോഗിക്കും എന്നും നമുക്കറിയില്ല. പക്ഷേ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്നതിൽ തർക്കമില്ല. 2019 ഉപയോഗിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന ഒരു സ്ഥാപനത്തെ, അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ കേന്ദ്രമായ ഒരു സ്ഥാപനത്തെ മാറ്റി, ഒരു തീർത്ഥാടന കേന്ദ്രത്തെ മാറ്റി എന്നതിൽ സമാധാനം പറയേണ്ട, ഉത്തരം പറയേണ്ട ദേവസ്വം ബോർഡിൻ്റെ നടപടികളും ദേവസ്വം വകുപ്പിൻ്റെ ഇടപെടലും ഒക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
ഏതായാലും ആ തിരിച്ചടികൾ അല്ലെങ്കിൽ ആ നിലയിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പായും അറിയാവുന്നവരാണ് ഇടതുമുന്നണി നേതാക്കളും സർക്കാരും ഒക്കെ. അവരതിനെ മാനേജ് ചെയ്യാൻ, അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും മറുഭാഗത്ത് മെനയുന്നുണ്ടാകും. അങ്ങനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളുടെ തുടക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ശബരിമല മാറിയിട്ടുണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയോടുകൂടി ആയിരിക്കാം അവർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. കാരണം ഒരു തീർത്ഥാടകൻ അവിടെ നൽകുന്നത് എന്തും, അത് കോടിക്കണക്കിന് രൂപയാണെങ്കിലും 1 രൂപ നാണയമാണെങ്കിലും അതൊക്കെ കാണിക്കുകയാണ്. അതിൽ നിന്ന് കൈയിട്ട് വാരിയവർ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ മാത്രമല്ല, ഇവർക്കൊക്കെ മുകളിൽ ആളുണ്ട്. അവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുമോ? അവരെയൊക്കെ പുറത്തു കൊണ്ടുവരുമോ? അവരെയൊക്കെ വിചാരണ നടത്തി അവരെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് അവരുടെ ആകാംക്ഷ. എന്തായാലും രാഷ്ട്രീയ ആകാംക്ഷ ഒരു ഭാഗത്ത്, വിശ്വാസികളുടെ ആശങ്ക മറുഭാഗത്ത്. അതിനിടയിലൂടെയാണ് നമ്മൾ ഈ ദിവസവും ഈ മണിക്കൂറും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്.